ഹലോ ഗായ്സ്, എന്ത് രസമാണല്ലേ ഈ വീഡിയോ കാണാൻ. ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് എവിടെയാണെന്ന് വെച്ചാൽ കാശ്മീർ മലകളാണിത്. ഞാനിത് ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ തന്നെ താഴത്തെ കാശ്മീർ ഉള്ള ഹിൽസും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഞാൻ മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്ന ആ മലകളെ കാണാൻ എന്തൊരു ബ്യൂട്ടിയാണെന്നറിയാമോ? അങ്ങനെ എയർപോർട്ടിലെത്തി ഗായ്സ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അതിൽ കാശ്മീരിലെ ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണമായ വസ്വാൻ താലി, നമ്മുടെ കേരള ഫുഡായ സദ്യ പോലെ തന്നെ കാശ്മീരിലെ വസ്വാൻ താലിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതെന്താണെന്നറിയോ? കവയും പിന്നെ ഇത് ഫിർണിയാണ്. ഇത് സ്വീറ്റാണ്. അവിടുത്തെ ഭക്ഷണത്തിന് ശേഷം നമുക്ക് പായസം തരുന്ന പോലെ അവർ ഫിർണിയാണ് തരുന്നത്. ഇതാണ്ടോ ആ ഹോട്ടലിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള സ്റ്റിക്സ് കണ്ടോ? ഇത് അങ്ങനെ ഞങ്ങൾ താമസ സ്ഥലത്തെത്തി. അവിടെ ഇങ്ങനെ കുറേ ആട്ടിടയന്മാർ ഇങ്ങനെ ആടുകളെ മേയ്ക്കുന്നുണ്ടായിരുന്നു, ഷീപ്പിനെ. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു റിവർ പോലത്തെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ, ഏത് വ്യൂ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുള്ളാണ്. എന്ത് രസമാണെന്ന് അറിയോ? ഈ അരുവികളുടെ ശബ്ദവും അങ്ങനെ ഒഴുകി വരുന്ന ചുറ്റും മലകളാണ്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ എപ്പോഴും ഒരു റിവർ പോലെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇങ്ങനത്തെ ബ്രിഡ്ജുകൾ ഇഷ്ടംപോലെ അവിടെ കാണാം. ഈ റിവർ ക്രോസ് ചെയ്യാനുള്ള ഓരോ ബ്രിഡ്ജുകൾ തന്നെ എന്തൊരു രസമാണ്. ഏത് വഴി പോയാലും നല്ല ബ്യൂട്ടിയാണ്. സൈഡിൽ ഹിൽസും മഞ്ഞുമലകളും ഒക്കെ അങ്ങനെ കണ്ടുകൊണ്ട് രസിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാം. ഇത് പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അന്ന് പ്രോബ്ലം ഉണ്ടായ സ്ഥലമാണ്. കണ്ടോ കാശ്മീരത്തെ ഓരോ ഹൗസ്. ഇത് ഏതാ സ്ഥലം എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ന്യൂസിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ഇത് ബൈസറൻ വാലി എന്ന സ്ഥലമാണ്. ബൈസറൻ വാലി കാണുന്ന ഹിൽസാണ് ഇതുള്ളത്. അത് ബൈസറൻ വാലി എന്ന സ്ഥലത്തേക്ക് നമുക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഹൽഗാം ടൗണിൽ നിന്ന് ഈ സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഹോഴ്സിൻ്റെ മേലെ കയറിയിട്ട് ഒരു ഹില്ലിൽ കൂടെ ഒക്കെ പോയിട്ട് വേണം ഈ ബൈസറൻ വാലി എന്ന സ്ഥലത്ത് എത്താൻ. ബൈസറൻ വാലിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ കാണുന്ന ഈ ഗ്രൗണ്ട് പോലത്തെ പ്ലേസ്, അതിന് ചുറ്റും ഹിൽസാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെയാണ് അന്ന് ആക്സിഡൻറ്റ് നടന്ന പ്രോബ്ലംസൊക്കെ ഉണ്ടായ സ്ഥലങ്ങൾ ഇതാണ്. എന്തൊരു ബ്യൂട്ടിയാണ്. ഞങ്ങൾ ആ സമയത്ത് അന്ന് അവിടെ പ്രോബ്ലം നടക്കുന്നതിൻ്റെ 4 days ബിഫോറാണ് ഞങ്ങൾ നാട്ടിലെത്തിയത്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അവിടെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കലും പിന്നെ കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കൽ, പിന്നെ ഇങ്ങനെ ഉള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നമ്മുടെ സോണമാർഗ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പഹൽഗാമിലുള്ള വേറൊരു പ്ലേസാണിത്, ഹില്ല്. ഈ സ്നോയിൽ കൂടെ കയറി മുകളിൽ എത്തുമ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ വീണ് പോകാറുണ്ട്. സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പഹൽഗാം ടൗണിലേക്ക് യാത്രയായി. പഹൽഗാമിലേക്ക് പോകുമ്പോഴുള്ള സൈഡ് വ്യൂസാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ ലഞ്ചിൻ്റെ ടൈമായപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി വീണ്ടും വസ്വാൻ താലി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ അവിടുത്തെ കൊഷ്താബ എന്ന് പറഞ്ഞ സാധനം ഓർഡർ ചെയ്തു. അവിടുത്തെ മട്ടൻ, അവിടെ മെയിനായിട്ട് മട്ടൻ കറികളും മെയിനായിട്ട് മട്ടനായിരിക്കും ഉണ്ടാവുക. ചിക്കനേക്കാളും കൂടുതൽ ഹോട്ടൽസിൽ മട്ടൻ, ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റുള്ള കറികളാണ് ഇതൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും പഹൽഗാം നമ്മുടെ താമസ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിയിൽ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് പിടിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ ആട്ടിടയന്മാർ ഇങ്ങനെ ആടുകളെ കൊണ്ട് ഷീപ്പിനെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാന വരുമാനം എന്ന് വെച്ചാൽ ഷീപ്പ്, ആട്ടിടയന്മാർ ഇതൊക്കെയാണ്.
അവിടെ ഒരു ബ്രിഡ്ജ് കണ്ടു. ആ ബ്രിഡ്ജിൻ്റെ മേലെ കയറി നിന്ന് ഒരു വീഡിയോ പിടിച്ചു. ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.